ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ കുക്കിംഗ് ഒട്ടും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കൂടെ ജസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ്. ആദ്യം നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് വറാം. നമ്മൾ കുറച്ച് കടുക് നമുക്ക് ആവശ്യത്തിനുള്ള, നിങ്ങൾക്കറിയാം, ഇച്ചിരി ഒരു കടുക് അങ്ങ് ഇട്ട് കൊടുക്കുക. ആ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുന്നതിന് ശേഷം നമ്മൾ അതിന് മുന്നേ പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് വയ്ക്കണം. അതെങ്ങനെ സ്ലൈസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ സ്ലൈസ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ടാൽ മതി. അതിന് ശേഷം നമുക്കൊന്നും നോക്കാനില്ല, അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കറിയാം ആസ് യൂഷ്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉപ്പ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് അതിനകത്തേക്ക് വിതറി കൊടുക്കുക. ഓക്കെ, ഉപ്പൊന്ന് വിതറിയതിന് ശേഷം നമ്മൾ അടുത്തത് വേണ്ടത് എന്താണ്, നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒത്തിരി കൂടുകയും വേണ്ട, ഒത്തിരി കുറയുകയും വേണ്ട. നമ്മൾ സാധാ യൂസ് ചെയ്യുന്നത്ര ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ്, ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടി. ഞാൻ പൊതുവേ എരിവ് തീരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനം, അതായത് ഉപ്പ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. വഴറ്റുകയല്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസസിലും എത്തത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിതിന് ഒട്ടും കുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ കൂടെ നമുക്ക് വേഗം കുക്ക് ചെയ്ത് എടുക്കാനും, അതുപോലെ തന്നെ എളുപ്പത്തിലൊന്നും അറിയാത്ത ആൾക്ക് പോലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഇത്. ഒന്നും അറിയേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ്സ് വയ്ക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ ചിലർ കയ്യിലൊക്കെ എടുത്ത് നോക്കും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ തവിയുടെ അറ്റം വെച്ചിട്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം അത് വെന്തോന്ന്. ഞാൻ അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കുന്നത്. അപ്പം നന്നായിട്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ ഉരുളക്കിഴങ്ങ് എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാൻ ക്യാമറയും ഈ ഇളക്കും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടാണ്, ക്ഷമിക്കണേ. അതിന് ശേഷം ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമ്മൾ മഞ്ഞൾ പൊടി, ഉപ്പ്, മുളക് പൊടി ആഡ് ചെയ്ത സമയത്ത് ആഡ് ചെയ്യാൻ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ കുരുമുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ടാൽ ഇത്തിരി കൂടി എരിവ് വേണ്ടവർക്കത് നല്ലതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിൽ കൂടുതലൊന്നുമില്ല. ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. ഇത് നിർബന്ധമുള്ളൊരു കാര്യമില്ല. അതിന് ശേഷം നമ്മളെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ തീ സിമ്മിലിടാൻ മറക്കരുത്. തീരെ കുറച്ചിട്ടതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് വെന്തോന്ന് നോക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ഏകദേശം അതൊന്ന് ഞെങ്ങുകൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് നമ്മൾ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ വെന്തോന്ന്. അത് വെന്തെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അത്രേ ഉള്ളൂ. ഇത്രയും വേഗം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, പക്ഷേ ജസ്റ്റ് ഒരു ഈസി മെത്തേഡ് ഞാൻ കുക്ക് ചെയ്തപ്പോഴത്തേനും പെട്ടെന്ന് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്നുകൊണ്ട് ഞാനിങ്ങനെയാണ് നോക്കുന്നത്, വെന്തോന്ന് നോക്കുന്നത്. ഞാൻ കുത്തി നോക്കുമ്പോൾ അത് അമങ്ങുന്നുണ്ടെങ്കിൽ വെന്തോന്ന് വിചാരിക്കും. അങ്ങനെയാണ് എൻ്റെ നോട്ടം. നിങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് എന്നെ അറിയിക്കുക. നിങ്ങൾ ഇതുപോലത്തെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും റെസിപ്പി അറിയാമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ട് മീ.